പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് രക്ഷയെ പറ്റിയിട്ടാണ്. ഇത് പലരും ചോദിക്കുന്നൊരു സബ്ജക്റ്റാണ്. നമുക്ക് എങ്ങനെ അറിയാം നമ്മൾ രക്ഷിക്കപ്പെട്ടെന്ന്? അതിന് നമ്മൾ വചനത്തിൽ കൂടി മാത്രമേ അറിയാൻ പറ്റുള്ളൂ. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 17 ദൈവവചനം സത്യമാണെന്ന് പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ വചനം സത്യമാണ്. അതുമാതിരി യോഹന്നാൻ്റെ 1:1, വെളിപ്പാടിൻ്റെ 19:13 ഇതൊക്കെ പറയുന്നത് എങ്ങനെ തന്നെയാണ്. ദൈവത്തിൻ്റെ വചനത്തിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അത് ക്രിസ്തു വചനമാണെന്നാണ് പറയുന്നത്. അതേമാതിരി സങ്കീർത്തനത്തിൻ്റെ 138:2 നോക്കുകയാണെങ്കിൽ ഈ വചനത്തിൻ്റെ പ്രധാനമുള്ളത് ക്രിസ്തുവിൻ്റെ നാമത്തിന് മുമ്പെയാണ്. ക്രിസ്തു ജനിച്ചതിൻ്റെ മുമ്പേ വചനം ഉണ്ടായിരുന്നെന്നാണല്ലോ 1 യോഹന്നാൻ്റെ 5:7 പറഞ്ഞ സ്വർഗത്തിൽ ഉണ്ടായിരുന്നത് പിതാവ്, വചനം, പരിശുദ്ധാത്മാവ്. അപ്പോൾ വചനത്തിൻ്റെ ക്രിസ്തുവിന് മുമ്പേ. അപ്പോൾ അതുകൊണ്ട് വചനത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ നാമത്തിന് മീതിയാണ് ഈ വചനത്തിന് പ്രാധാന്യം. സങ്കീർത്തനം 138:2 പറയുന്നത്. എഫീസിൻ്റെ ലേഖനത്തിൻ്റെ 2:8-9 വരെ പറയുകയാണെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ കരുണയാലും വിശ്വാസത്താലുമാണ്. റോമാലേഖനത്തിൻ്റെ 12:3 വചനപ്രകാരം ഈ വിശ്വാസം നമുക്ക് തന്നുള്ള ദൈവം തന്നെയാണ്. എല്ലാവർക്കും ഒരേ അളവിലാണ് വിശ്വാസം കൊടുത്തിട്ടുള്ളത്. ദൈവം ഒരു പാർഷ്യാലിറ്റിയും കാണിക്കുന്നില്ല. ദൈവം പാർഷ്യാലിറ്റി കാണിക്കുന്ന ദൈവമല്ല. റോമാലേഖനത്തിൻ്റെ 2:11 പറയുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാം, രക്ഷിക്കപ്പെടുന്ന ദൈവം എന്താ നമ്മളോട് പറയുന്നത്? വചനത്തിൽ കൂടി തന്നെ നോക്കാം. റോമാലേഖനത്തിൻ്റെ 10:9-10 വചനം നമ്മൾ നോക്കാം. അവിടെ പറയുന്നത് ദൈവത്തിനെ വിശ്വാസം ഉറപ്പിച്ച് വായ കൊണ്ട് ഏറ്റു പറയുകയും 3-ാം ദിവസം അവൻ ഉണർന്നെഴുന്നേറ്റ് എൻ്റെ മനസ്സിൽ വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്ന്. ഇത് വചനമാണ് പറയുന്നത്. ഈ വചനം സത്യമാണ്. നമ്മൾ കണ്ടതാണ് റോമാലേഖനത്തിൻ്റെ യോഹന്നാൻ്റെ 17:17 വചനം സത്യമാണ്. ക്രിസ്തു വചനമാണ്. വചനം സത്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 2:21, അപ്പോസ്തലപ്രവൃത്തി 16:31 എന്നീ വചനങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. അപ്പം നമ്മൾ രക്ഷ എന്നുള്ളത് ക്രിസ്തുവിൽ വിശ്വാസമാണ്. ക്രിസ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വചനമാണ്. വചനത്തിൽ പറയുന്നത് എന്താണ്? അത് സത്യമാണ്. 2 കൊരിന്ത്യർ 5:17 വായിക്കാം നമുക്ക്. നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നമ്മളൊരു പുതിയ സൃഷ്ടിയായി ജനിക്കുകയാണ് ചെയ്യുന്നത്. പഴയതെല്ലാം കഴിഞ്ഞുപോയി. ഈ സൃഷ്ടി നമ്മളുടെ ഉള്ളിൽ ക്രിസ്തു ജനിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. നമ്മൾ പാവം ചെയ്ത സമയത്ത്, പിശാചിൻ്റെ ഭരണത്തിലായ സമയത്ത് ക്രിസ്തു നമ്മളുടെ ഉള്ളിലില്ല. ക്രിസ്തു നമ്മൾ രണ്ടാമത് ഉള്ളിൽ ആയത് നമ്മൾ കർത്താവിനെ ദൈവമായിട്ട് സ്വീകരിച്ച സമയത്താണ്. അങ്ങനെ നമ്മുടെ ഉള്ളിലൊരു പുതിയ സൃഷ്ടി വന്നത് കൊണ്ട് പഴയതെല്ലാം കഴിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ പറയും, ബാക്കി എൻ്റെ ശരീരത്തിന് അവയവങ്ങളുണ്ടല്ലോ, സോൾ, ബോഡി, ഇതും കൊണ്ടല്ലോ, അത് രക്ഷിക്കപ്പെടില്ല. അത് കാരണം നമ്മൾ രക്ഷിക്കപ്പെടുന്നത് ആത്മാവിലാണ്. ദൈവം ആത്മാവായതുകൊണ്ട് യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 4:24 നമ്മൾ രക്ഷിക്കപ്പെടുന്നതും ദൈവപ്രവൃത്തി മുഴുവൻ നമ്മൾ നടക്കുന്നതും ആത്മാവിലാണ്. അല്ലാതെ ശരീരത്തിനോ നിങ്ങൾ ദഹിക്കുക, അതായത് സോളിനോ ഒരു വ്യത്യാസം വരുന്നില്ല. പക്ഷെ
നമ്മൾ ഈ വചനത്തിൽ കൂടി നടക്കുന്നേരം പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മളെ ഈ ദേഹത്തിനും വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. ഒരു കുറച്ചായിട്ട് പ്രോസസ്സാണത്. അത് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് വരെ അത് ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളെ ദേഹവും മാറ്റപ്പെട്ടുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് മൂലവസ്തു അല്ല മൂലാസ്പദം ദൈവത്തിൻ്റെ വചനമാണ്. റോമാലേഖനത്തിൻ്റെ 8:16 പറയാണ്, നാം ദൈവമക്കളാണെന്ന് ക്രിസ്തുവിൻ്റെ ഉള്ളിൽ വന്ന ആത്മാവ്. അതായത് നമ്മുടെ ഉള്ളിൽ വന്ന ആത്മാവ് ഉണ്ടല്ലോ, പുതുതായിട്ട് ജനിച്ചൊരു വ്യക്തി ഉണ്ടല്ലോ, അത് ക്രിസ്തുവാണ് ജനിച്ചത്. ഈ ആത്മാവാണ് സാക്ഷ്യം വഹിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന്. അതായത് ഉള്ളിലുണ്ടായത് പഴയ മനുഷ്യൻ, ശിശായായ മനുഷ്യൻ നമ്മൾ വിടുന്ന് നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനെ സ്വീകരിച്ച സമയത്ത് എലക്ഷൻ ലേഖനത്തിൽ 4:6 പ്രകാരം 1 കൊരിന്ത്യർ 6:17 പ്രകാരം നമ്മൾ ക്രിസ്തുവിൻ്റെ ആത്മാവും നമ്മളുടെ ആത്മാവും ഒന്നായിട്ട് മാറുന്നത്. ആ സമയത്താണ് പുതിയ സൃഷ്ടി. അതായത് പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ക്രിസ്തു നമ്മൾ ജനിക്കുന്നതാണ് ഒരു പുതിയ സൃഷ്ടിയാവുന്നത്. പഴയത് കഴിഞ്ഞുപോയി. അത് പഴയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിശാചിൻ്റെ ആത്മാവാണ് നമ്മൾ ഭരിച്ചത്. അത് കഴിഞ്ഞുപോയി, അവൻ പുറത്തായി. പിശാചിന് നമ്മൾ ഉള്ളിലില്ല, അവൻ പുറത്തായി. അവന് വരാനും പറ്റില്ല. നമ്മൾ ദൈവത്തിന് വചനം വിശ്വസിക്കുകയും ദൈവവചന പ്രകാരം നടക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം നടക്കും. ഒരുപാട് തെറ്റിദ്ധാരണകൾ വരാറുണ്ട്. രക്ഷിക്കപ്പെടുന്നവർ ഒരു ശീതള കാറ്റുമാരി തോന്നും, ചൂട് തോന്നും. ഇത് തോന്നുന്നില്ല എന്നോ അല്ലെങ്കിൽ അല്ലാന്നോ ഞാൻ പറയുന്നില്ല. ചിലർക്ക് അനുഭവം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഒരു ഭൂജാതനാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അനുഭവം ഉണ്ടാവും. പക്ഷെ എല്ലാവർക്കും ഈ അനുഭവം ഉണ്ടാണെന്ന് തോന്നുന്നില്ല. പക്ഷെ ഈ അനുഭവത്തിൻ്റെ ഉപരിയിലാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനം. ആ വചനത്തിൽ കൂടി നമ്മൾ പറയാണ്, നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ രക്ഷിക്കപ്പെടും. ആ വചനം സത്യമാണ്. ആ സത്യത്തിൽ നമ്മൾ വിശ്വസിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടാമത് ജനിച്ചെന്ന് നമുക്കറിയാം. അങ്ങനെ ആ ജനനത്തിൽ കൂടി നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബേസിക് ഇതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിൽ അഭിഷേകമാണ് നടന്നത്. അതായത് 3 അഭിഷേകം നടക്കാറുണ്ട്. ഇബ്രായലേഖനത്തിൻ്റെ 6:2 പ്രകാരം 3 അഭിഷേകം നടക്കാറുണ്ട്. ഒന്ന്, നമ്മൾ ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ അംഗമായി മാറുകയാണ്. ഇത് രക്ഷിക്കപ്പെടുന്ന കൂടി നമ്മൾ ദൈവത്തിൻ്റെ കുടുംബമായി വരികയാണ്. അതൊരു രക്ഷിക്കപ്പെടലാണ്. രണ്ടാമത്തത് 2:4 പ്രകാരം അല്ലെങ്കിൽ 1:8 പ്രകാരം നമ്മളൊരു പുതുതായിട്ട് ജനിക്കുകയാണ്. അതായത് ബാപ്റ്റിസം എന്ന പോലെ എന്ന് പറയും. അതാണ് അപ്പോസ്തലനെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നത് പെന്തക്കോസ്റ്റലിലേക്ക്. മൂന്നാമത് ഒന്നും കൂടിയാണ്, അതാണ് നമ്മൾ വാട്ടർ ബാപ്റ്റിസം എന്ന് പറയുന്നത്. അങ്ങനെ കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. 3 പ്രാവശ്യം നമ്മൾക്ക് വ്യത്യാസം വരും നമ്മുടെ ശരീരത്തിൽ. പക്ഷെ ഇനീഷ്യൽ നമ്മൾ കുടുംബത്തിൻ്റെ അംഗമായി വരുന്നത് വെറും വചനത്തിൽ കൂടി വിശ്വസിച്ച സമയത്ത്, എല്ലാം വചനത്തിൽ കൂടിയാണ് നടക്കുന്നത്. അല്ലാതെ ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും വചനം മാത്രമാണ് നമ്മളെ ഭക്ഷണം. ഉള്ളിൽ പൂജാതനായ മനുഷ്യന് വേറെ ഒന്നും ആവശ്യമില്ല. വചനം മാത്രമേ അതിന് വശീകരിക്കാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്നും നിങ്ങൾക്ക് സംശയങ്ങൾ തീർന്നെന്നും ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.